കൊല്ലം അഞ്ചലിൽ തെരുവ് നായ ആക്രമണം. കുട്ടികൾ ഉൾപ്പെടെ 17 പേർക്ക് പരിക്ക്. തെരുവ് നായ ആക്രമിക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. മനോജ് ചേരുന്നു വിവരങ്ങളുമായി. മനോജ്, ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ്. കാരണം നഗരത്തിൽ എവിടെ നോക്കിയാലും തെരുവ് നായ ശല്യം രൂക്ഷമാണ്. കൊല്ലത്ത് മാത്രമല്ല, നമുക്കറിയാം സംസ്ഥാനത്തുടനീളം ഈ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ ഇപ്പോൾ കൊല്ലത്ത് ഏറ്റവും പുതുതായ ഒരു ഉദാഹരണം വന്നിരിക്കുന്നു. ഇപ്പോൾ തെരുവ് നായ ആക്രമണത്തിന് ഇരയായ വ്യക്തിക്ക് ഇപ്പോൾ എങ്ങനെയാണ്, അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിൽ എങ്ങനെയാണ്? കാരണം ഇപ്പോൾ പേവിഷ ബാധയ്ക്കെതിരെയുള്ള കുത്തിവെപ്പ് എടുത്തിട്ട് പോലും മരണം സംഭവിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉള്ളത് കൊണ്ട് തന്നെ ജനങ്ങൾ കൂടുതൽ വിഷമഘട്ടത്തിലൂടെയാണല്ലോ കടന്നു പോകുന്നത്. ദേവിക, ഈ അഞ്ചൽ കരികോണിൽ നടന്ന തെരുവുനായ ആക്രമണത്തിൽ 11 പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. അതായത് കുട്ടി ഉൾപ്പെടെ, അതായത് ഈ മദ്രസയിലേക്ക് പോകുന്ന ഒരു കുട്ടിക്ക് ഉൾപ്പെടെ കടിയേറ്റു. തുടർന്നൊരു 10ാം ക്ലാസ് വിദ്യാർത്ഥി കടിയേറ്റു. അതോടൊപ്പം തന്നെ സമീപത്ത് കടയിലുണ്ടായിരുന്നവർക്കുമൊക്കെ പരിക്കേറ്റു. ഈ തെരുനായ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് ആ CCTV ദൃശ്യങ്ങളിൽ കാണാം. പിന്നീട് നാട്ടുകാരിടപെട്ടാണ് ഈ നായയെ തല്ലിക്കൊല്ലുന്നത്. എന്തായാലും വളരെ ഭയാനകമായിട്ടുള്ള ദൃശ്യങ്ങളാണ് വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സമീപ പ്രദേശങ്ങളിലടക്കം ഈ തെരുവുനായയുടെ ശല്യം വർദ്ധിച്ചു വരികയാണ്. എന്തായാലും ഈ ഒരു അഞ്ചൽ കരികോണിൽ, അതായത് അലേമൺ പഞ്ചായത്തിന് കീഴിലാണ് ഈ പ്രദേശം വരുന്നത്. ഈ പ്രദേശത്താണ് ഇന്ന് രാവിലെയോടുകൂടി ഇത്തരത്തിലൊരു തെരുവുനായ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. പരിക്കേറ്റവരൊക്കെ തന്നെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയിട്ടുണ്ട്. അതായത് ആദ്യഘട്ടത്തിൽ 7 പേർക്കാണ് കടിയേറ്റതെന്ന വിവരം വന്നു. പിന്നീട് പരിക്കേറ്റത് 11 പേർക്കാണ് എന്നുള്ള കാര്യം അറിയാൻ സാധിച്ചു. എന്തായാലും ഈ ഒരു ആക്രമണവുമായി ബന്ധപ്പെട്ട് നാട്ടുകാരൊക്കെ പറയുന്നത് ഇത്തരത്തിൽ തെരുവുനായ ശല്യം പ്രദേശത്ത് രൂക്ഷമാണ്. ഇതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതാണ് എല്ലാവരും ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് കൊട്ടാരക്കരയിൽ ഉൾപ്പെടെ ഒരു കുഞ്ഞിനും അമ്മയ്ക്കും ഇത്തരത്തിൽ തെരുവുനായ ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു. അതോടൊപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പേവിഷബാധയുടെ കുത്തിവയ്പ് എടുത്തിട്ട് പോലും ഒരു കുഞ്ഞിന് ജീവൻ നഷ്ടമായി എന്നുള്ളതാണ്. അത്തരത്തിൽ കൊല്ലം ജില്ലയിൽ മാത്രമല്ല, സംസ്ഥാനത്ത് ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഈ തെരുവുനായ ആക്രമണം വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ്. പഞ്ചായത്ത് അധികൃതർ ഏത് തരത്തിലുള്ള നടപടികളാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്? കാരണം ഇത്രത്തോളം പേർക്ക് കടിയേറ്റ സാഹചര്യം, പരിക്കേറ്റിട്ടുണ്ട്. വലിയ രീതിയിലുള്ള പരിക്കാണ് പലർക്കും ഏറ്റിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിലവിൽ പഞ്ചായത്ത് അധികൃതർ ഏത് തരത്തിലുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ? തീർച്ചയായും അധികൃതർ ഇതിനു വേണ്ട നടപടികൾ കൈക്കൊള്ളുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എങ്കിലും നാട്ടുകാർക്കൊക്കെ തന്നെ ഈ ഒരു ആശങ്ക നിലനിൽക്കുകയാണ്. ഈ പ്രദേശത്ത് മാത്രമല്ല, സമീപ പ്രദേശങ്ങളിലടക്കം തെരുവുനായ ആക്രമണം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് നാട്ടുകാർ ഇത്തരത്തിൽ പരാതി ഉന്നയിക്കുന്നത്. എന്തായാലും പഞ്ചായത്ത് അധികൃതരൊക്കെ തന്നെ ഇതിനു വേണ്ട നടപടികൾ കൈക്കൊള്ളുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എങ്കിലും ഇപ്പോഴും സ്ഥലത്ത് ഈ തെരുവുനായ ശല്യം രൂക്ഷമാണ്. ആക്രമിച്ച തെരുവുനായയെ തല്ലിക്കൊന്ന ദൃശ്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. അത്തരത്തിൽ വളരെ ഭയാനകമായാണ് ജനങ്ങളൊക്കെ തന്നെ പുറത്തേക്ക് ഇറങ്ങുന്നത്. കുട്ടികൾക്കുൾപ്പെടെ സ്കൂളിൽ പോകാൻ ആകാത്ത ഒരു സാഹചര്യമുണ്ട്. ഈ നഗരപ്രദേശങ്ങളിലും അതോടൊപ്പം തന്നെ ഗ്രാമപ്രദേശങ്ങളിലും അടക്കം ഈ തെരുവുനായ ശല്യം രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് 11 പേർക്ക് ഈ ഒരു ആക്രമണത്തിൽ പരിക്കേറ്റുള്ളത്. ദേവിക. ശരി മനോജ്.